ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി പ്ലാവും തൈ നട്ടാലോ. അതും വീട്ടാമേർലയുടെ പുതിയ വെർഷനായ പിങ്ക് ചക്ക ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനിൽ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് അല്പം തുമ്പപ്പണിയൊക്കെ എടുക്കാൻ പോവുകയാണ്. എടുക്കാൻ പൊങ്ങാത്ത തൂമ്പയാണെങ്കിലും ഒരാവേശത്തിന് ഇന്ന് പ്ലാവ് നടാനായിട്ട് അതിനിൽ വന്നിരിക്കുകയാണ്. ഈ വെക്കേഷൻ ടൈമുകളിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പ്ലാവൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നടാൻ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർ നട്ട് ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തെ കാച്ചു കിടക്കുന്ന കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു ആത്മാഭിമാനം ഉണ്ടാകാനും ഇങ്ങനെയുള്ള തൈകളൊക്കെ നടാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കാൻ അത് ഗുണകരമായി തീരും. ഒരു 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിനകത്ത് നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ടാണ് ഈ പ്ലാവ് നടുന്നത്. ഒരു 1.5 അടി പൊക്കമുള്ള പ്ലാവ് തൈയാണിത്. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണിത്. 350 രൂപയാണ് ഇതിന് വില. അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വളർന്നു വരും. അതൊരു 1.5 വർഷം കൊണ്ട് ഇത്തേച്ചൊക്കെ ഉണ്ടാവും. വീട്ടാമരലിയുടെ മാത്രം പ്രത്യേകതയാണ് 1.5 വർഷം കൊണ്ട് ചക്ക കായ്ക്കുക എന്നുള്ളത്. ബെഡ് പ്ലാവുകൾക്ക് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ചോട്ടിൽ നിന്ന് തന്നെ ചക്ക ഇടാൻ പറിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. മാത്രമല്ല ഒരു സീസണിൽ 2-3 പ്രാവശ്യം ഇതിനകത്ത് ചക്ക ഉണ്ടാകും. ഫസ്റ്റിൽ നമുക്കൊരു ഡിസംബറോടുകൂടി ചക്ക പറിക്കാം. പിന്നെ ഒരു ഫെബ്രുവരി, പിന്നെ ഒരു ഏപ്രിൽ അവസാനത്തോടു കൂടി നമുക്ക് ചക്ക പറിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. നല്ല ഉറച്ച കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒന്നും എടുത്തിട്ട് പൊട്ടാത്തത്. നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ അടിയിലൊരു കൈ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ നടാനായിട്ട്. പൊട്ടാതെ വേണം പരമാവധി നമ്മൾ നടാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മളതിൻ്റെ അരികുവശത്തും അല്പം കൂടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് നടുന്നത്. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണാനോ അതുപോലെ എന്തെങ്കിലും ജൈവ കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് നടുന്നത് ഒരു അടിവളമായിട്ട് കിട്ടുകയും പെട്ടെന്ന് വളരാൻ സഹായകരമായി തീരുകയും ചെയ്യും. ചുറ്റും മണ്ണെടുത്ത് ഒരു ചെറിയ പ്ലാറ്റ്ഫോമും കൂടെ വെട്ടി കൊടുത്താൽ മഴ പെയ്യുമ്പോൾ അതിനകത്ത് വെള്ളം കിടന്ന് പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ അത് കാരണമായിത്തീരും. ആയാൽ നമ്മുടെ വീടുകളിൽ ഈ വെക്കേഷൻ ടൈമുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കുന്നതും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അവരുടെ ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോടും പ്രകൃതിയോടും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാകാൻ ഇത് കാരണമായി തീരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആയാൽ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഓരോ പ്ലാവും തൈ നട്ടുപിടിപ്പിച്ച് അടിപൊളി ചക്ക തിന്നാം.